ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാവുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ 19 TV കേരള എന്നൊരു ചാനൽ വഴി കുറച്ച് കാര്യങ്ങൾ ഇന്ന് 2-3 ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം, ഇതിനു മുമ്പ് ചെയ്യണം തോന്നിയൊരു കാര്യം തന്നെയാണ്. അതൊന്ന് സംസാരിക്കണം എന്ന് തോന്നിയത്. കാരണം നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മൾ എടപ്പള്ളി പോകുമ്പോഴും, അതായത് വൈറ്റിലെ സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് പല പല ആണുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും വൃദ്ധകളും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കുറച്ച് എന്താ പറയുക, അവർ കുറച്ച് പേനയോ കുറച്ച് ഐറ്റംസ് കാണും. ഈ ഫാൻ തുടയ്ക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ പിന്നെ മറ്റേ സെൽഫി സ്റ്റിക്ക്, അങ്ങനെ ചെറിയ ഈ റേഡിയോ പോലത്തെ TV ഒക്കെ കാണുന്ന അങ്ങനെ കുറേ സാധനങ്ങൾ, അങ്ങനെ കുറേ ഉണ്ട് ഇവരുടെ കയ്യിൽ. കുട്ടികൾക്കുള്ള പാവകൾ, അങ്ങനെ കുറേ ഐറ്റംസായിട്ട് ഈ സ്ത്രീകളും ഈ വൃദ്ധകളും കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിനായിട്ട് എടപ്പള്ളിയിൽ നമ്മുടെ വയറ്റിലെ സിഗ്നലൊക്കെ പലയിടത്തും വെച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ് ഇവർ. അത് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള, നമ്മുടെ കേരളത്തിൽ ഫിഷാടനം നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഫിഷാടനം നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ വയറ്റിൽ നിൽക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ പോലും ഞാൻ കണ്ടതാണ്. ഇന്നലെ ഞാനും മോനൂസുകൂടെ പുറത്തു പോയ സമയത്ത് ഞങ്ങളിങ്ങനെ ഞായറാഴ്ച സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വന്ന് നമ്മളത്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം അത് നിരോധിച്ചൊരു സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഭയങ്കര അത് കുറ്റകരം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടിട്ടും കണ്ണടച്ച് പോകുന്ന ചില പോലീസുകാരും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. കാരണം ആ എടപ്പള്ളിയിലെ ഇഷ്യൂസിൽ അതിൽ ഒരു 3-4 ആൾക്കാർ വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. കാരണം അയാളതിൽ ചോദിക്കാൻ കാരണം, ആ മഴയത്ത് ആ സ്ത്രീ സ്വന്തം കുട്ടീനെയും കൊണ്ട് നടന്ന് ഇങ്ങനെ ഭിക്ഷാടനം ചെയ്യുമ്പം അത് ഒരമ്മയും ഒരിക്കലും ഒരു മക്കളോടും ചെയ്യില്ല. ഇത്ര വലിയൊരു മഴയത്ത് അതൊരു 1.5 വയസ്സ് പോലും തികയാത്തൊരു കുട്ടിയാണ്. ആ കുട്ടീനെയും കൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ നടപ്പം. ഇയാൾ ചെന്നിട്ട് ഇവിടെ ഭിക്ഷാടനം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇവർ ഓടുകയും, എന്നിട്ട് ഈ കുട്ടീനെ ഇവർ ഓടി ചെന്നിട്ട് ബഹളം വെച്ച് ഒച്ചത്തി നിലയും വിളിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇവർ ഓടുന്നത്. എന്നിട്ട് വേറൊരു വ്യക്തി, എവിടെ നിന്ന ഇങ്ങനെ സാധനങ്ങൾക്ക് വേറൊരു വ്യക്തി വന്ന് അവരെ കയ്യിൽ നിന്ന് ഈ കുട്ടീനെ മേടിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു. ഇതെല്ലാം ആ ദൃശ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഓടുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ആ ഒരു ഓട്ടത്തിലറിയാം എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ ഓടുന്നത്. ഇപ്പം അവരെ സ്വന്തം കുട്ടിയെ ഇതെങ്കിലും ഒരിക്കലും അവരത് ഓടേണ്ട ആവശ്യമില്ല. അച്ഛനും അമ്മയാണെങ്കിൽ അവർ ഓടേണ്ട കാര്യം. എന്നിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഇയാൾ ഈ മൈക്കും കൊണ്ടാണ് ഓടുന്നത്. ഇതിൻ്റെ പുറമെ ക്യാമറയുണ്ട്, അത് ഇവർക്ക് അറിയില്ല. ഇവരെന്ത് ചെയ്തു, ഇയാളെ പിടിച്ചിട്ട് ഇയാളെ ഹോളറിലും ഒക്കെ പിടിച്ചിട്ട് ഇയാളെ വിടുന്നില്ല. ആ ക്യാമറയിൽ അത് കാണുന്നുണ്ട്, ഇയാളെ വിടുന്നില്ല. ഇവൾ മുറുക്കി പിടിച്ചിരിക്കുക. എത്രത്തോളം അയാൾക്ക് ഓടാവോ അത്രത്തോളം ടൈം കൊടുക്കുകയാണ് ഇവള്. അയാൾ വിട്ടില്ല. അയാൾ ഇതിൻ്റെ പുറകിന് പോയിട്ട് വിളിച്ച് പറഞ്ഞ് ആ കുട്ടീനെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളങ്ങ് ഒരു എന്താ പറയുക, അലാറം കരയുന്ന കണക്ക് ആക്ഷൻ ചെയ്യാണ്. കരയല്ല, ശരിക്കും ഒരു ആത്മാർത്ഥത ഉള്ളിൽ നിന്ന് വരുന്നൊരു കരച്ചിലല്ല. ഒരു 100 പ്രാവശ്യം ആ കൊച്ചിനെ കൊണ്ട് ഓടിയവൻ ആ നിൽക്കുന്ന ആൾക്കാരുടെ കാലയിൽ വീഴുന്നുണ്ട്. അതിൽ ഇവരെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ലാതെ ഒരിക്കലും അവരത് ചെയ്യില്ല. അപ്പം ഒരു പോലീസിനെ വിളിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പം പോലീസ് വന്നപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ഇതിൽ കണ്ടോട് നിൽക്കുന്ന 2-3 ആണുങ്ങൾ, അതായത് ഒരു 10-25 വയസ്സിന് മേപ്പോട്ടുള്ള 2-3 ആണുങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിച്ചു. അല്ലെങ്കിൽ ഇവർ വിചാരിക്കണം, നമ്മുടെ കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്. പലയിടത്തുനിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം വീട്ടിനുള്ളിൽ ഇരുന്ന ഒരു കുട്ടീനെ കാണാതെ പോയിട്ട് ഇന്നും ആ കുട്ടീനെ കിട്ടുകയോ എവിടെ പോയെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണ്. പലയിടത്തുനിന്നും ഉണ്ട് അങ്ങനെ പോയിരിക്കുന്ന കുട്ടികൾ. ഇന്ന് ആ കുട്ടികൾക്ക് എവിടെയാണോ, അവരെന്ത് ചെയ്യുന്നോ എന്നും നമുക്കറിയാനേ വയ്യ. നമുക്കറിയാനേ വയ്യ. ഇതൊക്കെ കണ്ടിട്ട് പോലും ഈ ഒരു 2-3 വ്യക്തികളുണ്ട് വന്ന് ഈ മാധ്യമ പ്രവർത്തകനെ അടിക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അയാൾ ചെയ്ത തെറ്റെന്നുള്ള രീതിയിൽ. എന്ത് തെറ്റാണ് അയാൾ ചെയ്തത്? ഇത് തുറന്ന് കാണിച്ചതോ? അയാൾ അത്രയും മോശം രീതിയിലാണ് ആ വ്യക്തികൾ സംസാരിച്ച. പിന്നെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുന്ന ആൾക്കാർ വന്ന് ഇടപെട്ട് പറഞ്ഞു അത് ശരിയല്ല. കാരണം ഇവന്മാരോട് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് ഇയാളെ അടിക്കാതെ അവന്മാർ പോയത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവന്മാരും ഈ സംഘടനയിലുള്ള വ്യക്തികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ പോലീസുകാർ വന്നപ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ലേഡി വേണമല്ലോ. അങ്ങനെ പിന്നെ ലേഡി പോലീസൊക്കെ വന്നിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അപ്പം അതിൽ നിന്ന് ആ ഒരു പച്ച ഷർട്ടിട്ട അവൻ ചെന്ന് SIയുടെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അത് നമുക്ക് ആ ക്യാമറയിൽ കാണാം. എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലല്ലേ ഇതെല്ലാം നടക്കുന്നത്? എന്ത് ആവശ്യത്തിനാണ് എവിടെയോ കിടന്ന ഈ സംസ്ഥാനം ഇങ്ങനെ പുറത്ത് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ ഭിക്ഷാടനം ചെയ്ത് ഇവിടുത്തെ ക്രിമിനൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഈ മലയാളികൾ എന്തിനാണ് ഇത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? ഒത്തിരി പേരില്ല, 3 പേരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്. ആ ഓട്ടോസ്റ്റോയിലെ ചേട്ടന്മാർ ഇടപെട്ടത് കൊണ്ട് ഇവന്മാർ പത്തി മടക്കി ഓടിയതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഇവിടുത്തെ വമ്പൻ ടീമുകളാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രവൃത്തി അവിടെ നടക്കില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ മക്കളെ കാണാതെ പോകുന്നതും അവരെ എവിടാന്ന് പോലും അറിയാൻ പല അമ്മമാരും അച്ഛന്മാരും ഇന്നും വിഷമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും SHO അങ്ങാണ്ട് ഈ പുള്ളിക്കാരോട് ചോദിക്കുന്നത്, അവർ തിരിച്ച് നിങ്ങളുടെ പേർക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെയാണോ ഇവിടുത്തെ നിയമങ്ങൾ? ഇപ്പം ഒരു നമ്മുടെ നാട്ടിൽ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവം നടന്ന് നമ്മുടെ ഇവിടെയുള്ള പല കുട്ടികളെയും കാണാതെ പോയി പല രീതിയിലുണ്ട്. ഒരിക്കലും ഒരു കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരാനുള്ളതല്ല, അടിച്ച് കൊണ്ടുവരാനുള്ള അതിൻ്റെ ഗവൺമെൻറ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവരുടെ കയ്യിലില്ല. ഇവരൊരു പേപ്പറിൽ അടിച്ചിരിക്കുന്നതെന്നാണ് ആ പുള്ളി പറയുന്നത്. ഈ കുട്ടീനെ എവിടുന്ന് ഇവർ അടിച്ചുകൊണ്ട് വന്നതാണ്. അതാണ് ഇവർ പേടിച്ചോടാൻ കാരണം. സ്വന്തം കുട്ടിയാണെങ്കിൽ എന്തായാലും ഓടില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇവർ ഓടാൻ കാരണം ഇവരുടെ കുട്ടിയല്ല എന്നത് ഉറപ്പുണ്ടായത് കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ കുറേ പേപ്പറുകൾ കാണിച്ചതിൽ നമ്മുടെ നിയമം അവരെ എന്താ പറയുക, പിന്നെ ആരെ പറഞ്ഞെന്നും ആ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഇവരെയൊക്കെ പുറകിൽ വൻ മാഫിയാണ്. ഇവരൊക്കെ നമ്മൾ കോടതിയിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവരിറക്കാൻ വരുന്ന വലിയ വലിയ അഡ്വക്കേറ്റുകളാണ്. സത്യം തന്നെയാണത്. കാരണം നമ്മുടെ കോടതിയിൽ അവർ അപ്പം വരും ഏതെങ്കിലും വലിയ വലിയ അഡ്വക്കേറ്റ് വലിയ ബെൻസ് കാറിൽ വന്നിറങ്ങി ഇവരെ പൂവാഴ്സൽ പോലെ ഇറക്കിക്കൊണ്ട് പോകുന്നു. നമുക്ക് തന്നെ അറിയൂടെ, ഒരു 2-3 ദിവസം ഗോവിന്ദൻ ജാമ്യം നടത്തിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരുന്നത്. കാരണം അത്രയും വലിയ ബിൽഡിങ്ങിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ട്രംപ് അടക്കി വെച്ചിട്ട് പോലും, ഒരു കോണിപ്പടി വെച്ചിട്ട് പോലും ഒരു മനുഷ്യർക്ക് ഈസി ആയിട്ടൊന്നും അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അവൻ അത്രയും ബുദ്ധിയോടെ അത്രയും കളികൾ കാണിച്ച് ജയിലിനുള്ളിൽ തന്നെ ഏതോ ഒരു വലിയ ഈ ഏറ്റവും ക്രിമിനൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ കിടത്തിട്ട് അവിടുത്തെ എല്ലാം ഇതും ഗേറ്റും അതിലും ചാടിയാണ് ഈ ഗോവിന്ദൻ ജാമ്യം ചാടി വന്നിട്ട് ഒരു പറമ്പിലെ കിണറ്റിൽ കുത്തിയിരുന്നത്. അത്ര സേഫാണ് നമ്മുടെ നാട്. നിങ്ങൾ ആലോചിച്ചോണം. ഇതുപോലുള്ള പോലീസ് പിടിച്ചോ ചോദിച്ചാൽ നാട്ടുകാർ പിടിച്ച് പോലീസുകാരായി കൊടുത്ത്, നാട്ടിലുള്ള ഒരാൾ കണ്ട് അയാൾ പറയും ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു കൊടുത്ത്. അന്നേരം ഇതൊക്കെ ഈ ക്രിമിനൽസാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരും. എങ്ങനെ നമ്മൾ സമാധാനത്തോടെ ജീവിക്കും? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെ നമ്മൾ സമാധാനത്തോടെ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കും? എനിക്കൊരു ഉറപ്പുമില്ല. ഉള്ളത് പറയാം. ഇപ്പം തന്നെ ഈ ഇവിടെ അതുപോലെ നമ്മുടെ കല്ലൂർ ബസ് സ്റ്റാൻഡ് അടിയിലുമൊക്കെ ഇങ്ങനെ ആൾക്കാർ ടെൻ്റ് അടിച്ച പോലെ കിടന്നുറങ്ങുന്നത്. ശരിക്കും അതൊക്കെ നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി നോക്ക്, അന്നേരം അറിയാം എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണ് അവരുടെ റോഡുകളും കാര്യങ്ങളും. ഇവിടെ എന്താ ഒന്നും പറ്റാത്തത്? ഇപ്പോൾ ഞാൻ വർഷങ്ങളായി ദുബായ് ജീവിച്ചൊരു വ്യക്തിയാണ്. അവിടെ ഈ റംസാൻ ടൈമിലൊക്കെ പല രാജ്യത്തിൽ നിന്ന് ഈ ഭിക്ഷാടനത്തിൻ്റെ റംസാൻ ടൈമിൽ വരുമ്പോൾ അവരെ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിടിച്ചകത്തുകൊണ്ടിടും. ഇട്ടിട്ട് നാട്ടിൽ പറഞ്ഞു വിടും. ഒരിക്കലും അവർ പുറത്ത് വിടത്തില്ല. എല്ലാ ഷോപ്പുകളും ചെന്ന് കൈനീട്ടി ഇവർ നിൽക്കും. അതും പർദ്ദയൊക്കെ ഇട്ടോടെ അവർ വരുന്നത്. കൂടുതലും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിംസും പല ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള. അവിടെ ഞാൻ കൂടുതൽ പർദ്ദയൊക്കെ ഇട്ട് വരുന്ന പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ പിടിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടിടും. അവിടുന്ന് അത് കോടതി മുഖേന അവരെ ഏത് രാജ്യമാണോ അങ്ങോട്ടത്തേക്ക് അവർ പറഞ്ഞു വിടും. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലോ ഇങ്ങനെ അല്ല. കേരളത്തിൽ നിന്ന് രാജ്യം വിട്ട് പുറം രാജ്യത്തു നിന്നും ഇവിടെ ആരും ഭിക്ഷാടനം നടത്തത്തില്ല. അത് 100% ഉറപ്പാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഇങ്ങനെ കേരളം വിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഈ ഒരു വൃത്തികേട് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ എടപ്പള്ളിയുള്ള ഓട്ടോ സ്റ്റാൻഡ് അവിടെ തന്നെയാണ് മലമൂത്ര വിസർജനം ഇവർ ചെയ്യുന്നത്. വേറെ എങ്ങും അല്ല. ഈ വലിയൊരു സിറ്റിയിലാണ് ഈ ഇത്രയും വലിയൊരു ക്രൂരതകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു പറി
എന്തൊക്കെയാണ് നടക്കുന്നത് ഇവരിടയ്ക്ക്. പക്ഷേ എനിക്ക് ആ വന്ന ആണുങ്ങളിൽ 3 പേരെ സംശയമാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ കണ്ണികളാണ് അവർ. അല്ലാതെ ഒരിക്കലും വന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ആ എസ്ഐയുടെ ചെവിച്ചെന്ന് അയാൾ എന്താ പറഞ്ഞത് ചോദിക്കട്ടെ, എന്താ പറഞ്ഞത്? ഇയാൾ ഇത്രയും ധൈര്യത്തോടെ അവൻ ഇതിന് പ്രതികരിക്കണമെങ്കിൽ അവൻ ഇതിൻ്റെ എന്തോ ആളായത് കൊണ്ട് മാത്രമാണ് അതിന് പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചാനൽ വന്ന് 19 TV കേരള എന്ന് അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ കാണാം. നിങ്ങളതിൽ പോയി അടിച്ചു നോക്കിയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതെന്താ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന്. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോ മനുഷ്യർക്കും ഉള്ളതാണ്, നമുക്ക് ഉള്ളതാണ്. അല്ലാതെ ഞാൻ ചേട്ടി ഇവൻ്റെ വീട്ടിലെ ഇങ്ങനൊരു സംഭവം ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് പോയാൽ ഇവൻ സഹിക്കുമോ? ഈ വന്ന് പറഞ്ഞ് സംസാരിച്ച് അവൻ്റെ വീട്ടിൽ നിന്നാ ഇങ്ങനെ ഒരു കുട്ടീനെ കൊണ്ടുപോയാൽ ഇവന്മാർ സഹിക്കുമോ? സഹിക്കൂലല്ലോ. എന്താ അന്യവൻ്റെ വീട്ടിൽ എന്ത് നടക്കുക അതൊരു പ്രശ്നമല്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ കാരണം ഇവരെ കൊണ്ടുവരുന്ന ഒരു ലോറിയിലാണ് കൊണ്ടുവരുന്നത്. അത് ഇതിനുമ്പ് വേറൊരാൾ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലോറിയിൽ കൊണ്ടുവന്ന് ഇവരെ ഇറക്കി വിടും. ഇവരിങ്ങനെ പല പല ഐറ്റംസ് അല്ല. അതുപോലെയാണ് ഈ നമ്മുടെ കപ്പക്കിഴങ്ങ് അങ്ങനെ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ലോറിയിൽ വരും. അതൊക്കെ പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിലും പറയാം. ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള പല ആൾക്കാർ കൊട്ടേഷൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സാധനം എടുത്തിട്ട് ഇവർ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവരെ കൊട്ടേഷനിൽ എടുത്തിട്ട് ഇവരെ കൊണ്ടുവന്ന് ഇവർക്കൊരു നേതാവുണ്ട് നമ്മുടെ ഇവിടെ തന്നെ. ഈ മലയാളികളാണ് ഇതിൻ്റെ പിന്നിലല്ല. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരുത്തനൊന്നും ഒരിക്കലോ നമുക്ക് പറയാൻ പറ്റത്തില്ല. മലയാളികൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ പിന്നിലും പ്രവർത്തിക്കുന്നതും ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത് മലയാളികൾ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തൻ വന്ന് എന്തായാലും സപ്പോർട്ട് ചെയ്ത് ഇത്രയും എന്ത് ധൈര്യത്തോളം അയാൾ വന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഇനിയിപ്പോൾ അവരുടെ കൊച്ചാണോ എന്ന് എങ്ങനെ അറിയാത്? ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന്, ഇപ്പം കേരളം മാത്രമല്ല എല്ലാ സ്ഥലമുണ്ട്, എവിടുന്നെങ്കിലും അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് വന്ന് ഈ കുട്ടിയാണോ എന്ന് എങ്ങനെ അറിയാതിരിക്കാൻ പറ്റും? നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് എങ്ങനെ അറിയാം? അതല്ല, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണ്ടേ? മലയാളിയാണ്, അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ. അവൻ എന്ത് വാചകമാണ് വന്നിത് അടിക്കുന്നവൻ. ഇവനൊക്കെ വെറും ഫ്രോഡ് എന്ന് തന്നെ പറയണം, സീരിയസ്ലി പറയാം. ഒരു പച്ച ഷർട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ആ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം, ഒരു പച്ച ഷർട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരുത്തൻ ഒരു മീശയും താടിയൊക്കെ ഉള്ള ഒരുത്തൻ, പിന്നെ ഒരു ചെറിയ ഒരുത്തൻ. ഇവർ 3 പേരുമാണ് ഇയാൾക്കെതിരെ പ്രതികരിക്കാൻ നിന്നത്. കാരണം ഇത് അയാൾ ചെയ്ത തെറ്റാണ്. അയാൾ ചെയ്ത തെറ്റല്ല, അയാൾ ചെയ്ത് ശരിയാണ്. നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അയാൾ വ്യക്തമാക്കി കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കാണുന്നതാണ്, നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. സിഗ്നലിൽ പോയി അപ്പം വരും തട്ടൽ. ഞാനും മോനുസ് മൈൻഡ് ചെയ്യാറില്ല. എന്തിനാണ് അങ്ങനെ തട്ടുന്നത്? അന്നേരം ഇവിടെ കേരളത്തിലുള്ള മനുഷ്യരുടെ പോക്കറ്റിലെ പൈസ ഇവരുടെ പെട്ടിയിലോട്ട് വീഴാനാണ്. പിന്നെ അതിന് ഇതായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടിറങ്ങും. അന്നേരം ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമം വന്നിട്ട് ഇവർ 10, 100, 200 കിട്ടുന്നത് വെച്ച് ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അത് മേടിച്ച് ഇവർ വിശാലമായിട്ട് രാത്രി വെള്ളമടിയും പിന്നെ അവിടെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളുമാണ് ആ ടെൻറ്റിനകത്ത് കാണിച്ചു കൂട്ടുന്നത്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗവൺമെൻറ്റോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരോ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഇതൊക്കെ ക്ലിയറാക്കി വിടണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കും. ഇനിയെങ്കിലും ഒരു കുട്ടീനെ പോലും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണാതെ പോയി അത് അവർ വീട്ടുകാർ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇതിനിറങ്ങി പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ സ്വത്താണ് നമ്മുടെ മക്കൾ. അത് അവരെ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് സഹിക്കുമോ? അവരെ കയ്യോ കാലിലോ ചെറിയൊരു മുറിവ് പറ്റി നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നതല്ല, പക്ഷെ ഇതിനു വേണ്ടി പ്രതികരിക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ വേണ്ട. എന്തിനാണ് അവരുടെ ഇവിടെ സാധനം? ഇവിടെ ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനും പറക്കാനും ഒക്കെ. ഈ വണ്ടി ഓടിച്ച് പോകാൻ മാത്രം ഇത് കൊണ്ടുവന്നത് ശരിയല്ലല്ലോ. ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്താ ഈ സാധനം ഈ കോലും കമ്പും മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഈ സിഗ്നലിൽ നിൽക്കുന്ന ആൾക്കാർ? ഒരിക്കലും അല്ല. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുണ്ട്. വേണ്ടവർക്ക് അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി മേടിക്കാം. അല്ല ഈ സിഗ്നലിൽ വന്നിടന്ന് ഇത് മേടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തുന്നത് നല്ലത് തന്നെയാണ്. ശരിക്കും അയാൾ ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചി ഒന്ന് ക്ലീനാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ സീരിയസ്ലി പറയാം, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കൊച്ചിയിൽ വരാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ഓരോ ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. പ്രത്യേകിച്ച് കൊച്ചിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. കാരണം മോശമാണ്. അയാൾ പറയുന്നത് അയാളുടെ മൊബൈലിൽ അവരുടെ അതിനകത്ത് കിടക്കുന്ന ഫോണിനകത്ത് കിടക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര നീറ്റായിട്ട് വലിയ വലിയ മാളിക താമസിക്കുന്ന വ്യക്തികളാണ് ഇവിടെ വന്ന് ഈ
പരിപാടി ചെയ്യുന്നത്. അന്നേരം വേഷം കെട്ടൽ പലതും ആവാം, ഒരാളെ പറ്റിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലേ ഈ എടുത്ത് കാണിക്കുന്നത്. ഇവിടെ കേരളത്തിലുള്ളവർ വെറും മന്ദബുദ്ധികളുള്ള രീതിയിലാണ് ഇവന്മാരോ നമ്മളെ തേച്ചിട്ട് പോകുന്നത്. അതും ആരും മനസ്സിലാക്കുന്നില്ല. ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബെൻസ് കാറിലാണ് വരുന്ന അഡ്വക്കേറ്റ് ഇവരെ ഇറക്കാൻ. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഗോവിന്ദൻ ചാമിയുടെ കാര്യം എന്താണ്. നമ്മൾ ദൃക്സാക്ഷിയിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. വലിയൊരു മാഫിയ സംഘം തന്നെയാണ് നമ്മളുടെ ഇവർ പറ്റാഞ്ഞത്. ഇവിടെ പറ്റിച്ചിട്ട് പോകാൻ പറ്റിയില്ല. ഇവൻ്റെ എല്ലാ മനുഷ്യരുടെ മുമ്പിലും ഇവൻ്റെ ഫേസ് അങ്ങ് പതിഞ്ഞിരിക്കുക. അതറിയാതിരിക്കാതെ ഇവൻ ജയിലിൽ കിടന്ന് ചപ്പാത്തി മൊത്തം തിന്ന് വണ്ണം കുറച്ചത്. കാരണം പുറത്തിറങ്ങിയ ആൾക്കാർ ഇവൻ്റെ ഫേസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അവനെ കണ്ട് നമുക്കന്ന് മനസ്സിലായോ ഇവൻ ആ അന്ന് കിടന്ന ഗോവിന്ദൻ ചാമിയുടെ ഫേസാണ് ഇപ്പോൾ അവനുള്ളതെന്ന്. അവൻ ചപ്പാത്തിയൊക്കെ തിന്ന് വണ്ണം കുറച്ച് ആഹാരത്തിലൊക്കെ ഇത് കാണിച്ച് അവൻ എത്ര നാളായിട്ട് അവൻ ഇതിൻ്റെ പിന്നിൽ ഇവൻ ആലോചിച്ച് കൂട്ടി വെക്കുന്നുണ്ട് അങ്ങനെ ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അവൻ്റെ ക്രിമിനൽ ബുദ്ധി എത്രയാണെന്ന്. ഇവനെയൊക്കെ തൂക്കിക്കന്നോ എന്താ പ്രശ്നം? എന്താ കാര്യം? ഈ നമ്മുടെ ഇവിടെ കുറേ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുക, എത്രയോ ഒരു പെൺകുട്ടീനെ ക്രൂരമായി ഉപദ്രവിച്ച് അതിനെ കൊന്നിട്ട് ഇവനെ തൂക്ക് വിധിച്ച സമയത്ത് അതിന് സുപ്രീം കോടതി അതിന് കൊടുത്തിരിക്കുകയാണ്. അവൾ മരിച്ചത് ഹോസ്പിറ്റലിൽ കിടന്നാണല്ലോ, ആ ഒരു രീതിയിൽ ചെയ്തു. പക്ഷെ എന്ത് നീചമായാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കെ. അത്രയും പെയിൻ അനുഭവിച്ചാണ് ആ കുഞ്ഞ് മരിച്ചത്. മനുഷ്യാവകാശം കാര്യങ്ങളെല്ലാം നല്ലതാണ്, നല്ലതിന് വേണ്ടി ചെയ്യും, അതൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് ഒന്നിനും ആവരുത്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, സാധാരണക്കാർ. നമുക്കിത് കാണുമ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിച്ചു പോകും, ഉറപ്പായിട്ടും. ഇപ്പം തന്നെ ഈ ഒരു കാര്യം കണ്ടല്ലോ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഈ നടക്കുന്നത്. എവിടത്തൊക്കെ കുട്ടികളെ കാണാനായിട്ട് ഇന്ന് കിട്ടാതെ ഉണ്ട്. അച്ഛനമ്മ എവിടെയൊക്കെ പോകുമ്പോൾ സ്വന്തം ആ തള്ളയും കുഞ്ഞാണോ എന്ന് നോക്കിക്കൊണ്ട്. അന്നേരം ഇതൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത്. അതായത് നമ്മുടെ സിസ്റ്റം ശരിയല്ലാതുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വളരുന്നതും ഇങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തും മലയാളികൾ തന്നെ മുന്നിട്ടിറങ്ങുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കണം, അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഒരു അന്യടുത്തുനിന്ന് വന്ന് ഇങ്ങനെ ഭിക്ഷാടനം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി അയാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാളെ വന്ന് വായി തോന്നുന്ന തെറിയും വിളിച്ച് അയാളെ സംസാരിച്ച് അയാളെ മോശക്കാരനാക്കി പോകാൻ നിന്ന്. അത് ആ ഓട്ടോക്കാരെ ചേട്ടന്മാർക്ക് വലിയൊരു നന്ദി പറഞ്ഞു. അവർ വിചാരിച്ചില്ലെങ്കിൽ ആ ചേട്ടനെ അടിച്ചേനായിരുന്നു. അവരാണ് അതിനിടയ്ക്ക് കയറുന്ന അയാൾ ചെയ്ത് ശരിയെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, മക്കളുള്ള എല്ലാവർക്കും അത് വേദന തന്നെയാണ്. ഇവന് മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം രഹസ്യത്തിൽ പോയി ആ പോലീസ് SI അതാരാണ് അയാൾ രഹസ്യത്തിൽ എന്തോ സംസാരിക്കുന്നുണ്ടാവും. ആ വീട്ടിൽ കാണാതെ ഏത് ഉദ്യോഗസ്ഥത്തിൽപ്പെട്ട വ്യക്തിയെന്ന് എനിക്കറിയില്ല, സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിച്ചത്, എന്ത് കാര്യമാണ് അത് വ്യക്തമാക്കാൻ എന്ത്? അന്നേരം ശരിക്കും നമ്മുടെ കേരളം വലിയൊരു ഭിക്ഷാടന മാഫിയുടെ കയ്യിൽ തന്നെയാണ്. അതിന് ചൂട്ടുപിടിക്കുന്നതും അതിൻ്റെ മുൻ തലപ്പത്ത് നിൽക്കുന്ന മലയാളികൾ തന്നെയാണ്. ഏറ്റവും വ്യക്തമായതാണ് ഇന്ന് ആ വീഡിയോയിലൂടെ. ഉറപ്പായിട്ടും പറയാം, ആ വീഡിയോയുടെ നമുക്കിന്ന് വ്യക്തമായതാണ്. ഇത്രയാണ് കേസ് എനിക്ക് പറയാം. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരവും കാറിൽ നിന്നാണെങ്കിൽ പോലും 10 പൈസ എടുത്ത് കൊടുക്കുക. കുട്ടികളെ കൊണ്ടായിരിക്കും വരുന്നത്, അതൊന്നും കണ്ടിട്ട് നമ്മൾ മൈൻഡ് പോലും ചെയ്യരുത്. നമ്മൾ ഒരാൾ ചെയ്താൽ അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതാണ്, സപ്പോർട്ടാണ്. നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. കൈയും കാലും ഉണ്ടല്ലോ, കുട്ടിയുണ്ടല്ലോ, ഇത്രയും പ്രസവിക്കാനും വയറ്റിട്ടുകൊണ്ട് നടക്കാനൊക്കെ പറ്റിയത്. അതിന് ആ കുട്ടീനെ സ്വന്തം അധ്വാനിച്ച് വളർത്താനും അവർക്ക് പറ്റണം. അതില്ലാതെ ഇങ്ങനെ ഭിക്ഷാടനം നടത്താൻ വേണ്ടിയിട്ടല്ല ആ കുഞ്ഞിനെയും കൊണ്ട് നടക്കേണ്ടത്. അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും കുറേ മനുഷ്യരിവിടെ. കാലം പോയ പോക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ 3 പേരോട് പുച്ഛം തോന്നിപ്പോയി. അവരെ വീട്ടിൽ ആരെങ്കിലും ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി നഷ്ടപ്പെട്ട ഇവർ സഹിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കെ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ആയിട്ട് ഇവരെന്താ നേടുന്നത്? എന്നിട്ട് ഇവർക്കൊക്കെ ഇതിൽ ഈ 3 പേർക്കും ഇതിലെന്തോ ഒരു കൈ ഉണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇത്രയും ധൈര്യത്തിൽ വന്ന് സംസാരിക്കില്ല, മനസ്സിലായോ? കാരണം ഇതിന് പിന്നിൽ എന്ത് വന്നാലും താങ്ങി പിടിച്ച് നിൽക്കുമെന്ന് വേറെയുള്ള വ്യക്തികൾ വാക്ക് കൊടുത്തിട്ടാണ് അത്ര ധൈര്യത്തിൽ വന്ന് ഈ വ്യക്തി അവിടെ സംസാരിച്ചത്. എനിവേ എന്താ, നിങ്ങൾ എല്ലാവരും പോയി ആ ചാനലൊന്ന് കാണുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന്. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്കിത് പറയാനുള്ളത്. എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.